നമുക്കൊപ്പം ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം കൂടി തത്സമയം ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആധികാരികമായി ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്യാപ്റ്റൻ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ MSC എൽസ എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ അത് കത്തിക്കഴിഞ്ഞു. അതിന് 2 ആഴ്ചയാകുന്നേ ഉള്ളൂ. അതിന് ഇടയ്ക്ക് തന്നെ മറ്റൊരു അപകടം കൂടി, മറ്റൊരു സമാന സംഭവം കൂടി കേരള തീരത്തുണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ക്യാപ്റ്റൻ ഇങ്ങനെ തുടരെ ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങക്ക് എന്താണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ശരി മാഡം, ആദ്യം MSC എൽസയുടെ കാര്യം നമുക്ക് എടുക്കാം. അത് മാഡം പറഞ്ഞ പോലെ അത് കത്തല്ലല്ലോ ചെയ്തത്, അത് സ്റ്റെബിലിറ്റി പ്രോബ്ലം ആയിരുന്നു. അതിന് കാരണം വെതർ മോശമായി. അപ്പൊ അവര് ബലാസ്റ്റ് എടുക്കണം. ബലാസ്റ്റ് എന്നാണ് പറയുക. ഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബലാസ്റ്റ് എടുക്കും, വെള്ളമാണ് എടുക്കുക. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ എന്തോ ഒരു ടെക്നിക്കൽ ഫെയിലിയർ, പമ്പ് ഫെയിലിയർ എന്തോ വന്നിട്ട് ഒരു ഭാഗത്ത് കൂടുതൽ വെള്ളം എടുത്തു. അത് അങ്ങനെ ചരിഞ്ഞ് അങ്ങനെ മുങ്ങിപ്പോവാണ് ചെയ്തത്. അത് കത്തുമല്ല ചെയ്തത്. അതും ഇതും രണ്ടും വ്യത്യസ്ത കേസുകളാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചാല് ഇത് അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മുടെ തീരത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ കേൾക്കുകയും ചെയ്യാത്തത് കൊണ്ട് നമുക്കത്, അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതും കണ്ടെയ്നർ ഷിപ്പുകളായതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഒരേപോലെ ആണെന്ന് തോന്നുന്നത്. വേണം ആക്ച്വലി ഇത് രണ്ട് കേസാണത്. ഇപ്പോൾ നേവി PROയുടെ വാക്കുകളനുസരിച്ച് ഈ വെസലിനെ സ്റ്റേബിൾ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ക്യാപ്റ്റൻ, ഇതിൽ നിന്നും കുറച്ച് കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. മറ്റ് കപ്പലുകൾ വരുന്ന സമയത്ത് ഈ കണ്ടെയ്നറുകളുടെ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് ഉണ്ടല്ലോ, അത് ഈ മറ്റ് കപ്പലുകളെയൊക്കെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ ഈ കണ്ടെയ്നേഴ്സ് എല്ലാ കണ്ടെയ്നേഴ്സും ഫ്ലോട്ട് ചെയ്ത് കിടക്കുക ചെയ്യുക. ചില വളരെ ചുരുക്കം കണ്ടെയ്നേഴ്സ് മാത്രമേ മുങ്ങിപ്പോകും. സാധാരണ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക ചെയ്യുക. പക്ഷെ ഇതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെതർ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം സൗത്ത് വെസ്റ്റ് എന്നുള്ള വിൻഡ് ആയിരിക്കും ഇപ്പോ പ്രിഡോമിനന്റ് വിൻഡ് അവിടെ നിന്നായിരിക്കും. അപ്പൊ അത് നമ്മുടെ ഈ കരയിലേക്ക് ഇങ്ങനെ ആ ഭാഗത്തേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക, ഇങ്ങനെ ഇപ്പോഴത്തെ ഈ മൺസൂൺ അനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഷിപ്പിന്റെ പൊസിഷൻ നമുക്ക് അറിയാം. അത് പിന്നെ ബുള്ളറ്റിൻസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലും എല്ലാ ഷിപ്പുകൾക്കും അത് അറിയിപ്പ് കൊടുക്കും. അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എല്ലാ ഷിപ്പുകളിലേക്കും, ഈ പ്രത്യേകിച്ച് ഈ ഏരിയ കൂടെ പോകുന്ന എല്ലാ ഷിപ്പുകളിലേക്കും അറിയിക്കും. അതിന് പല നാപ്ടാക്സ്, അങ്ങനെ പല ഉപാധികളുണ്ട്, അത് കൂടെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അതിന്റെ ഒരു പ്രോബബിൾ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് ഈ കറണ്ടിന്റെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ നാവിഗേഷൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്ഥലം അവോയ്ഡ് ചെയ്തിട്ടാണല്ലോ ക്യാപ്റ്റൻ ഷിപ്പ് ഓടിച്ചുകൊണ്ട് പോവുക. കാരണം അവര് ട്രെയിൻഡ് ആണ് അതിന്. അപ്പൊ അത് ഓഫ് കോഴ്സ് ഡേഞ്ചറസ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കത് അവോയ്ഡ് ചെയ്ത് പോവാൻ പറ്റും. അറിയാൻ കഴിയുന്ന ഒരു കാര്യം, 650ഓളം കണ്ടെയ്നറുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ 140ഓളം കണ്ടെയ്നറുകളിലാണ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ തിന്നർ, പെയിന്റ്, വെടിമരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് 140ഓളം കണ്ടെയ്നറുകളിലാണെന്ന് പറയുന്നു. ക്യാപ്റ്റൻ, ഒരു സംശയം, ഇതിപ്പോൾ ഒരു വെസൽ വരുന്ന സമയത്ത് അതിലെ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ളൊരു കാര്യം കമ്പനിക്ക് പുറമെ ക്യാപ്റ്റൻ എന്തെങ്കിലും ഒരു അറിവുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ രാവിലെ 9 മണി മുതൽ ഈ തീപിടുത്തം അറിഞ്ഞതാണ്. ഈ സമയം വരെ നമുക്കത് തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാപ്റ്റന് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്രൂവിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ, ഇതിന്റെ തുടക്കം തന്നെ ഇപ്പോൾ എവിടുന്നാണ് ഫയർ ഉണ്ടായത് അത് കണ്ടെത്തി കെടുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും അറിവുണ്ടാവണമല്ലോ. കാരണം ഇത് ഓരോ കണ്ടെയ്നേഴ്സിലും എന്താണുള്ളതെന്ന് ഒരു കാർഗോ മാനിഫെസ്റ്റ്, അത് നേരത്തെ സംസാരിച്ച് അവർ പറഞ്ഞല്ലോ, കാർഗോ മാനിഫെസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ഏത് കണ്ടെയ്നറിൽ എന്താണ് എന്ന് തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ടാവും. അപ്പോ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ DG ഐറ്റം, ഡേഞ്ചറസ് ഗുഡ്സ് കണ്ടെയ്നേഴ്സ്, അതാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പൊ സാധാരണ ഇപ്പൊ എന്തെങ്കിലും കത്തുന്ന സാധനമൊന്നും അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ലല്ലോ. ഇത് ഇപ്പൊ ഈ കെമിക്കൽസ്, അങ്ങനെയുള്ള ഒരു 9 കാറ്റഗറി പെട്ടിട്ടുള്ള സാധനങ്ങളുണ്ട് പലതും. അത് ചിലത് സ്വയം കത്തും, ചൂടാവുമ്പോൾ സ്വയം കത്തും, ഘർഷണം കൊണ്ട് കത്തും, അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ. നമുക്ക് ഈ സോഴ്സ് ഓഫ് ഫയർ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ സോഴ്സ് ഓഫ് ഫയർ ഐഡന്റിഫൈ ചെയ്യാൻ ക്യാപ്റ്റൻ അടക്കമുള്ളവർക്ക് സാധിക്കില്ലേ? അതിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെയാണ് ഫയർ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് അറിയിപ്പ് കിട്ടും. അതിനുള്ള അലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇത് പെട്ടെന്നായി കാണും, സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നായി കാണുമായിരിക്കും. അത് ഒരു ആക്ഷൻ ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും
ഒരു പക്ഷേ അത് സ്പ്രെഡ് ആയി കാണും, അങ്ങനെ ആയിരിക്കും. ഇപ്പൊ കൂടുതൽ അറിയണമെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യമൊക്കെ നടക്കണമല്ലോ. ഇതൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ടല്ലേ നമ്മൾ അധികം ഇതൊക്കെ വളരെ ഒരു 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 ആക്സിഡന്റ്, ഒരു ഇൻസിഡന്റ് ഇത്രയൊക്കെയല്ലേ ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ആയിരക്കണക്കിന് കണ്ടെയ്നർ ഷിപ്പുകൾ പോകുമ്പോൾ അത്രയും ഒരുപാടൊന്നും അങ്ങനെ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇത് നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ടും അത് ആ സോഴ്സിൽ തന്നെ നമുക്ക് അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും മാത്രമാണ് ഒന്നും ഉണ്ടാവാത്തത്. പക്ഷെ ഇത് ഒക്കെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ചിലപ്പോ ഒരു പക്ഷേ അവർക്ക് അതിന്റെ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻ എടുത്തപ്പോ ഒരു പക്ഷേ ഡിലേ ആയി കാണാതിരിക്കും. അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ക്യാപ്റ്റൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ 2 വലിയ അപകടങ്ങളാണ് 15 ദിവസത്തിൻ്റെ ഇടവേളയിൽ നമ്മുടെ ഈ പരിധിയിൽ നമ്മുടെ കടൽ തീരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു ഡീപ്പ് സീലാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ക്യാപ്റ്റൻ, ഈ നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ ഇത് എങ്ങനെയൊക്കെ ആവും ബാധിക്കുക? ഏതൊക്കെ ഡയമെൻഷനിലായിരിക്കും ഈ ഒരു പൊല്യൂഷൻ നമ്മുടെ സീനെ ബാധിക്കുക? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ ദൂരം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും ദൂരത്ത് ഒരു കണ്ടെയ്നർ ഷിപ്പ് മുങ്ങി അല്ലെങ്കിൽ ഇത്രയും കണ്ടെയ്നേഴ്സ് പോയി കഴിഞ്ഞാൽ അത് വളരെ ചെറിയ ഒരു ഏരിയയാണ്. നമ്മളിപ്പോ ലാർജർ ഏരിയ നമ്മുടെ മനസ്സിൽ കാണണം. ഇപ്പൊ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ഏരിയ അല്ലല്ലോ. അതിലും ഒരു ചെറിയ ഇത്രയും വലിയൊരു ഏരിയയില് കുറച്ചൊരു സ്ഥലത്ത് മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് ഇത് മുങ്ങോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് താഴ്ത്തുവോ അതൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥയെ അല്ലെങ്കിൽ അതിനൊന്നും ബാധിക്കുകയൊന്നുമില്ല. അതങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഡിസോൾവ് ആയി പോകും. പക്ഷേ ഇതേ സാധനം നമ്മുടെ ഷോറിലേക്ക് വരികയാണ്. അതായത് ഈ ഡേഞ്ചറസ് കാർഗോസ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഓയിൽ സ്പില്ല്, ഇതൊക്കെ നമ്മുടെ ഷോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാധിക്കും. അതാണ് ഇവർ കണ്ടെയ്ൻ ചെയ്തത്. അത് അവിടുന്ന് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. അപ്പൊ അത് ഷോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും, പലതിനും ബാധിക്കും, ബീച്ചുകളിലേക്കൊക്കെ വരികയാണെന്ന് ബാധിക്കും. പക്ഷെ ഇത് ഇത്രയും ദൂരത്ത് ഒരു ഷിപ്പ് അങ്ങനെ മുങ്ങിയെന്ന് വിചാരിച്ചാൽ അത് അത്രയും ഭയങ്കര ഒരു ആഘാതം അങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അത് അത്രയൊരു വലിയൊരു വിഷയമായിട്ട് മാറേണ്ട കാര്യമൊന്നുമില്ല. ക്യാപ്റ്റൻ, ഇപ്പോൾ ഈ ഷിപ്പിന്റെ മധ്യഭാഗത്തായിട്ടാണ് തീ പടർന്നത്. അത് ഇപ്പോഴും പൂർണ്ണമായി അണയ്ക്കാൻ കഴിയില്ല. പക്ഷേ വെസൽ സ്റ്റേബിളാണ്. ഇനിയിപ്പോൾ എന്താകും അടുത്തുള്ള ഒരു നടപടി വരിക? ഇനി ഈ സാൽവേജിങ് കമ്പനി വരിക, അതിനെ ഈ വീണ്ടും കണ്ടെയ്നറുകളെ ഒരു സുരക്ഷിതമായ ഒരു ഷോറിലേക്ക് മാറ്റുക, അങ്ങനെയായിരിക്കുമോ? തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ആദ്യം അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് ഫയർ കൺട്രോൾ ചെയ്യുക, അതായത് ഫയർ പുട്ട് ഓഫ് ചെയ്യുക. കംപ്ലീറ്റ് ഫയർ അണച്ചു എന്ന് അവർക്ക് ബോധ്യം വന്നു. ഇനി ഒരു ഫർദർ ഇഗ്നിഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല എന്ന് അവര് തീരുമാനിച്ചു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ബോർഡിംഗ് പാർട്ടി അല്ലെങ്കിൽ സാൽവേജ് പാർട്ടി ഷിപ്പിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും സോഴ്സ് ഓഫ് ഇഗ്നിഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഈ സാൽവേജ് പാർട്ടി ഷിപ്പ് ഏതെങ്കിലും സേഫ് പോർട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതും അവര് പ്രൊഫഷണൽസ് ആണല്ലോ. അത് എങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇനി അതിന് മുങ്ങാനുള്ള സാധ്യതകളുണ്ടോ, അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്തായിരിക്കും, അങ്ങനെ പലതും. അതായത് വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കാം. ഇപ്പൊ കൊച്ചി പോലെയുള്ള ഒരു ചാനല്, കൊച്ചിയിലൊക്കെ ചെറിയ ചാനലാണ്, അവിടെയൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഷിപ്പ് എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഷിപ്പ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് മൂവ്മെന്റ് നിന്ന് പോകും. അപ്പൊ അതൊക്കെ അവർ നോക്കും. അപ്പൊ അങ്ങനെ ചാനൽ കൂടെ കൊണ്ടുവരണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ, ഇതൊക്കെ ഇനി എക്സ്പെർട്സ് നോക്കും. പക്ഷെ ഇത് ഇമ്മീഡിയറ്റ്ലി ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇനി ഇത് സ്പ്രെഡ് ആവാതെ നോക്കുക, ഫയർ കൊടുത്തിട്ട് സ്പ്രെഡ് ആവാതെ നോക്കുക, മെയിൻ ആയിട്ട് പൊല്യൂഷൻ ഉണ്ടാവാതെ നോക്കുക. അതായത് ഇതിനകത്ത് ഓയിൽ ഉണ്ടാവും, ഷിപ്പിൽ ഫ്യൂൾ ഉണ്ടാവും, ഹെവി ഫ്യൂൾ എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം നമ്മൾ ഈ കാറിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഫ്യൂൾ ഒന്നും അല്ല, കുറച്ചും കൂടെ ഒക്കെ ടാറൊക്കെ അതുപോലത്തെ കുറച്ചുകൂടെ കറുത്ത അങ്ങനത്താണ്. പിന്നെ അത് സ്പ്രെഡ് ആവാതെ നോക്കുക. പിന്നെ ആളുകളെ രക്ഷിക്കുക. ഇപ്പൊ ഈ 2-3 പേര് മിസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ ആയിരിക്കും മെയിൻ. മറ്റേതൊക്കെ സബ്സിക്വന്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. ക്യാപ്റ്റൻ, നമുക്കിപ്പോൾ ആദ്യം നടന്ന MSC എൽസ 3 അതിൻ്റെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് വന്നത് കാര്യം ഇത് ഈ ഓവർലോഡായിരുന്നു അപകട കാരണം എന്ന് പറയുന്നു. മാത്രമല്ല അത് കണ്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അത് ഇല്ലീഗലായിട്ട് വന്ന ഒരു കപ്പലാണ് എന്ന രീതിയിലൊക്കെ പിന്നീട് വാദങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ അങ്ങനെയില്ല, വലിയ കാലപ്പഴക്കമൊന്നുമില്ലാത്തൊരു വെസലാണ്. അപ്പോൾ എന്തുകൊണ്ടാകും ഇങ്ങനെ തുടരെ ഇത്തരത്തിൽ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒരു ഓവർലോഡ് മാത്രമായിരിക്കുമോ കാരണം? ഇല്ല, ഓവർലോഡല്ലോ. അങ്ങനെ ആ ടേംസ് ശരിയല്ല. കാരണം ഷിപ്പിൽ നമ്മളൊരു വാട്ടർ ലൈൻ ഉണ്ട്, അതിൽ കൂടുതൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. അത്
പ്ലിംസോൾ മാർക്ക് എന്നൊക്കെ പറയാം, ടെക്നിക്കലി അങ്ങനെ പറയും. അപ്പൊ അതിൽ കൂടുതൽ വാട്ടർ ലൈൻ ഉണ്ട്, അതിൽ കൂടുതൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓവർലോഡ് എന്നുള്ള ഒരു ടേം ശരിയല്ല. അങ്ങനെ ഓവർലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഏത് പോർട്ടിലും അവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു പോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ അവര് ഇൻസ്പെക്ഷൻ ഉണ്ട്, അവിടെ പോർട്ട് അതോറിറ്റീസ് ഉണ്ട്, അവര് നോക്കും. അല്ല നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും അങ്ങനെ ലോഡ് ചെയ്തിട്ട് വരാനൊന്നും പറ്റില്ല. ഓവർലോഡ് എന്നുള്ള ടേംസ് ശരിയല്ല. എൽസിൽ സംഭവിച്ചത് എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത്, വെതർ വളരെ മോശമായിരുന്നു. അപ്പൊ ഈ വെതർ മോശമാകുമ്പോൾ ഷിപ്പ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ചും കൂടെയൊക്കെ വെള്ളം അടിയിലെടുക്കും, ബലാസ്റ്റ് കൂടുതൽ എടുക്കും. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ മൺസൂൺ സമയത്തൊക്കെ. അപ്പൊ ഒരു സൈഡിൽ കൂടുതൽ എടുക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സൈഡിലേക്ക് ചെരിയും. അതായത് ഒരു പക്ഷേ മെഷീനറി ഫെയിലിയറോ പമ്പ് ഫെയിലിയറോ അല്ലെങ്കിൽ പൈപ്പ് ഫെയിലിയറോ ഫ്രാക്ചർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടുതൽ നിറഞ്ഞ് അങ്ങനെ അങ്ങ് ചെരിഞ്ഞ് ലിസ്റ്റ് എന്നാണ് പറയുക, ലിസ്റ്റായിട്ട് അങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിയും. അതാണ് സംഭവിച്ചത്. ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതില് സ്പോണ്ടേനിയസ് ഇഗ്നിഷൻ അതായിരിക്കും നടന്നിട്ടുണ്ടാവുക. കാരണം ഇതിലത്തെ കാർഗോ പെട്ടെന്ന് സ്വയം കത്തുന്ന കാർഗോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ക്യാപ്റ്റൻ അടുത്ത കാര്യം കൂടി. ക്യാപ്റ്റൻ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് 2 ആഴ്ചക്കിടയിലെ 2 വലിയ ദുരന്തങ്ങൾ, അത് സത്യം പറഞ്ഞാൽ ഒരു അൺയൂഷ്വൽ ആണെന്ന് തന്നെ പറയാം. ഈ സമയം കൂടി കുറച്ച് പ്രത്യേകതകൾ ഉള്ളതാണ്. കാരണം MSCയുടെ ഒരു വലിയ മദർഷിപ്പ് നമ്മുടെ തീരത്തേക്ക് വന്ന ഒരു സമയത്താണ് ഈ ഒരു ദുരന്തം കൂടി ഉണ്ടായത്. അപ്പോൾ ചിലരൊക്കെ ഒരു കോൺസ്പിറസി തിയറിയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങയുടെ ടേക്ക് എന്താണ്? അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കോൺസ്പിറസി തിയറി. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് പെട്ടെന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഇതിന് ന്യൂസ് വാല്യൂ, ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് അത്രയും അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഷിപ്പിലായാലും നടക്കുന്നുണ്ട്, റോഡ് ആക്സിഡന്റുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഫ്ലൈറ്റ് ആക്സിഡന്റ് എല്ലാം നടക്കും, തീവണ്ടി അപകടങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് അടുത്തടുത്ത ദിവസങ്ങളിലായി. പക്ഷെ ഇത് രണ്ടും ഞാനിപ്പോഴും പറയുന്നത് രണ്ടും തമ്മിൽ റിലേറ്റീവ് അല്ല. ഇത് രണ്ടും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ നമ്മുടെ കേരള തീരത്ത് ആയതുകൊണ്ടും അടുത്ത ദിവസങ്ങളിലായതുകൊണ്ടും മാത്രമാണ്. അല്ലാതെ ഇത് അത്രയും ഒരു കൺസേൺ ആവേണ്ട കാര്യമില്ല. ഇതില് ആൾക്കാർ മരിക്കുക അല്ലെങ്കിൽ പൊല്യൂഷൻ ഒരുപാട് ഉണ്ടാവുക, അതൊക്കെയാണ് നമ്മളെ കൺസേൺ. മറ്റൊന്നും അത്ര ഒരു പ്രശ്നവും അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇതൊരു കൺസ്പിറസിയും ഒന്നും ആവാൻ സാധ്യത ഒന്നുമില്ല. അങ്ങനെ തിയറിയിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ക്യാപ്റ്റൻ നമുക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.